ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആക്ച്വലി. നമ്മുടെ ലൈവ് തുടങ്ങിയിട്ട് മിസ് ജസ്റ്റ് ഒന്ന് എണീറ്റപ്പോൾ ഈ മൈക്കിന്റെ മറ്റേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവല്ലോ, ഇത് മറ്റേ ഇവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു, ആ ചെയർമ കുടുങ്ങി പോയി മൈക്ക് പൊട്ടിപ്പോയി. ഞാൻ ലൈവൊക്കെ തുടങ്ങി മിസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ മൈക്കിൻ്റെ ഈ സാധനം പൊട്ടിപ്പോയി. എന്ത് ചെയ്യാം, നമുക്ക് അല്ലേ, ഇന്ന് നല്ലൊരു ദിവസമാണ്, തുടക്കം തന്നെ ഐശ്വര്യായിരുന്നല്ലോ ഭഗവാനെ. അപ്പം അതുകൊണ്ടാണ് ചെറിയ പെട്ടെന്ന് മിസ്സിന് പിന്നെ വേറെ മൈക്ക് റെഡിയാക്കണമല്ലോ, അപ്പം അതുകൊണ്ടാണ് ഒരു ഇച്ചിരി പൊടിക്ക് ആ നേരത്ത് കുറച്ച് സമയം ലാഗായി പോയത്. റെഡി, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നല്ല ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓ മൈ ഗോഡ്, എന്നാലും ഒരു മൈക്ക് ഞാനായിട്ട് പൊട്ടിച്ചു. ഓക്കെ, അപ്പം മക്കളെ സംഭവത്തിലുള്ള ഇതേ നമുക്ക് വേഗം നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. എനിക്ക് തുടക്കത്തിൽ മൈക്ക് പൊട്ടിപ്പോയതുകൊണ്ട് ചെറുതായിട്ട് കിളി പോയാ. അപ്പോൾ നമ്മൾ ഇവിടെ ലെറ്റ് സേവ് ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ എൻ്റെ കുട്ടികൾക്ക്? ഓർമ്മയില്ലേ? നമ്മൾ ബാങ്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് ബാങ്ക് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ ബാങ്കുകളൊക്കെ എങ്ങനെയാണ് രൂപം കൊണ്ടത്, പണ്ട് മുതലേ എങ്ങനെയാണ് രൂപം കൊണ്ടത്, ആദ്യമൊക്കെ എങ്ങനെയാണ് ലോക്കലായിട്ടുള്ള മണി ലെൻഡേഴ്സ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവർക്ക് പിന്നീട് പണം കൂടുതൽ ആവശ്യം വന്ന സമയത്ത് അവർ നിക്ഷേപങ്ങളൊക്കെ സ്വീകരിച്ചു. അത് പിന്നീട് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് കൂടുതൽ ആൾക്കാർക്ക് ഇതേപോലെ വായ്പകളൊക്കെ ആവശ്യം വന്നപ്പോൾ അതെന്തായിട്ട് മാറി, ബാങ്കുകളായിട്ട് മാറി എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? പിന്നെ അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു? നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ്? അതേപോലെ തന്നെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ദെൻ അതിനുശേഷം ബാങ്കുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അതായത് ബാങ്കുകൾ ആൾക്കാരുടെ നിന്ന് നിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കുന്നു അല്ലേ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു, എന്നിട്ട് ലോൺ കൊടുക്കുന്നു അല്ലേ. അപ്പൊ അതിലുള്ള ആ ഒരു ഇൻട്രസ്റ്റ്, പലിശ നിരക്കിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ അതിനുശേഷം ഇന്ന് നമ്മൾ അതേപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള കാര്യം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ആധാർ കാർഡ്, അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ആധാർ കാർഡ് വേണം, പിന്നെ അതേപോലെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, ഇതൊക്കെ വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. യെസ്, പിന്നെ എന്താണ് ബാങ്ക് അക്കൗണ്ട്, ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ പാസ്ബുക്ക് എന്താണെന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മിസ് ഓർമ്മയില്ല, എവിടെയാണ് വെച്ച് നിർത്തിയെന്ന് ഓർമ്മയില്ല. ഈ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ മക്കളെ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇത് മിസ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റേ പാസ്ബുക്ക് വരെയാണ് പറഞ്ഞു നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞ ദിവസത്തിൽ അല്ലേ. ഇത് മിസ് പറഞ്ഞിട്ടില്ലല്ലോ, ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് നമ്മുടെ ഈ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ എൻ്റെ കുട്ടികൾ. ഇത് നമ്മൾ പറഞ്ഞതാണോ അതോ പറഞ്ഞിട്ടില്ലേ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൂലം അങ്ങോട്ട് തുടങ്ങാം. അതായത് എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ഈ നമ്മൾ പറയില്ലേ, കുട്ടികൾക്കും എന്തായാലും ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആവശ്യമുണ്ട്, നിങ്ങൾക്കും ബാങ്ക് അക്കൗണ്ട് വേണമെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ എന്തിനാണ് മക്കൾ ഈ ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യം? എന്തിനൊക്കെയായിരുന്നു? നമുക്കിപ്പോൾ കുറേ പൈസകളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നില്ലേ, പോക്കറ്റ് മണി അതൊക്കെ ആയിട്ട് നമുക്ക് പല പൈസകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അച്ചാച്ചനായാലും അമ്മാമ്മയായാലും ചില സമയം നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് എന്ത് ചെയ്തു തരും, കുറച്ച് ടിപ്പ് പോലെ ഇങ്ങനെ ചെറിയ പൈസകളൊക്കെ നമുക്ക് തരും അല്ലേ. ഇതൊക്കെ വെറുതെ ഇങ്ങനെ നമുക്ക് ചിലവാക്കി കഴിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലേ. അത് കൂടാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റാം? നമുക്ക് പല ഗ്രാൻഡുകൾ കിട്ടാനായിട്ട്, ഇപ്പം നമുക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് ഇതൊക്കെ ഉണ്ടാവില്ലേ അല്ലേ, പല ഗ്രാൻഡുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ പറയുന്ന സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, പഠിക്കാനൊക്കെ സഹായിക്കുന്ന പല ഗ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഗ്രാൻഡുകളൊക്കെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ സ്കോളർഷിപ്പ് എമൗണ്ട് ആയാലും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുള്ളൂ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ അതേപോലെ തന്നെ സ്കോളർഷിപ്പ് ഒക്കെ ഈസി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അല്ലേ. ഇപ്പം അതായത് നമുക്കിപ്പോൾ പല സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ NMMS അല്ലെങ്കിൽ USS എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ സ്കോളർഷിപ്പ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പല സ്കോളർഷിപ്പുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ബാങ്ക് അക്കൗണ്ട് വേണം. പിന്നെ അതേപോലെ തന്നെ ടു സേവ് മണി സേഫ്ലി അല്ലേ. നമുക്കിങ്ങനെ വീട്ടിലൊന്നും ചിലപ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും സൂക്ഷിച്ചൊന്നും വെക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മുടെ പൈസേനെ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട്, സേഫ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്താണ്, ഇപ്പം തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു സ്വന്തമായിട്ടൊരു സേവിങ്സ് വേണം എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ നമുക്ക് വരും അല്ലേ. നമ്മുടെ പൈസ അത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം, വെറുതെ ചിലവാക്കി കളയരുത് എന്നുള്ള ആ ഒരു സേവിങ്സ് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം വരും. അത് വളരെ നല്ലതാണ്. ഭാവിയിൽ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് സേവിങ്സ്. ഇപ്പൊ മിസ്സിന് കിട്ടുന്ന സാലറി ഒന്ന് മിസ് എന്ത് ചെയ്യും? മിസ്സിന്റെ ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, നമ്മൾ
കുറച്ചൊക്കെ ഇച്ചിരി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കും, പക്ഷെ ബാക്കിയുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ സേവ് ചെയ്യണം അല്ലേ. അപ്പൊ അതേപോലെ ഈ ചെറുപ്പം മുതലേ എൻ്റെ കുട്ടികൾക്ക് ആ ഒരു സേവിങ്സ് മനോഭാവം വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇപ്പം മുതലേ ഇങ്ങനത്തെ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉള്ളത് നല്ലതാണ്. ഓക്കെ, പിന്നെ അതേപോലെ ടു മേക്ക് ഡിജിറ്റൽ പേയ്മെന്റ്സ് ഈസിലി അല്ലേ. ഇപ്പം നമ്മൾ ഫുള്ള് നേരിട്ട് പൈസ കൊടുക്കുന്നതല്ല അല്ലേ. ഇപ്പം മിസ്സിന്റെ കയ്യിൽ തന്നെ പൈസ ഇല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ പോയിട്ട് പൈസ ഉണ്ടായി. ഇപ്പം നമുക്ക് കയ്യിൽ പൈസ ഉണ്ടാവോ, ഇല്ലല്ലോ. നമ്മൾ എന്താണ് ഫുള്ള് നമ്മുടെ ഫോൺ പേ, ഗൂഗിൾ പേ എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഫുള്ള് പേയ്മെന്റ് നടത്തുക അല്ലേ. അപ്പൊ അങ്ങനെ ആ ഡിജിറ്റൽ പേയ്മെന്റുകളൊക്കെ എളുപ്പത്തിൽ നടത്താനും എന്ത് വേണം, നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണം. റെഡി, ഫസ്റ്റ് ആയിട്ട് പറയണോ? ഓക്കെ, റെഡി. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ആവശ്യമുള്ളത്, നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ആവശ്യമുള്ളത്. അപ്പൊ എന്റെ കുട്ടികളും എന്ത് ചെയ്യുക, ഇവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാത്ത കുറച്ച് പേരില്ലേ, അവരൊക്കെ എന്ത് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, എക്സാമിന് എന്തായാലും ചോദിക്കും. ഇത് എക്സാമിന് വേണ്ടി മാത്രമല്ല, നമുക്കായാലും ഇത് ആവശ്യമുണ്ട്. റെഡി, നമുക്കായാലും ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കും നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളതാണ്, എക്സാമിന് മാത്രമല്ല. അപ്പോൾ പലതരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളാണ് മിസ് ഇനി ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. റെഡി, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഏതൊക്കെയാ, ജസ്റ്റ് ഒന്ന് ആ ചാറ്റ് ബോക്സിൽ പറഞ്ഞേ, ഏതൊക്കെയാണ് മക്കളെ നിങ്ങൾക്ക് അറിയാവുന്ന ബാങ്ക് അക്കൗണ്ടുകൾ? ഏതൊക്കെ നിങ്ങൾക്ക് അറിയാം? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഏതൊക്കെയാ? യെസ്, അത് നിങ്ങൾ ബാങ്കുകളുടെ പേരല്ലേ പറയുന്നത്. യെസ്, നമുക്ക് SBI, കാനറ ഇതൊക്കെ ബാങ്കാണ് അല്ലേ. ആ ബാങ്കിൽ പോയിട്ട് നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് എടുക്കൂലേ, ആ അക്കൗണ്ടുകൾ പലതരത്തിലുണ്ട് അല്ലേ. അതെ, ഒരാൾക്ക് ജോയിന്റ് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നത്. യെസ്, അതന്നെ മിസ് പറഞ്ഞുതരാം. പലതരത്തിലുണ്ട് അക്കൗണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോ പറയുന്ന ബാങ്കുകളാണ്. ഇവിടെ കണ്ടോ, ടീച്ചർ കുട്ടി എന്ന് പറയാണ്. എന്താണ്, ആകാശ് പറയാണ്, ടീച്ചർ ഇൻ റിയാസ് പാസ്ബുക്ക് ദർ ഈസ് റിയാസ് ഫോട്ടോ ഓൺലി അല്ലേ. അപ്പൊ റിയയുടെ പാസ്ബുക്ക്, ബാങ്കിന്റെ പാസ്ബുക്ക് നോക്കിയപ്പോൾ അതിലെന്താണ്, റിയയുടെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ പാസ്ബുക്കിൽ എൻ്റെയും അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ, അതെന്താ അല്ലേ. ഇപ്പൊ നമ്മുടെ ചില ബാങ്കിന്റെ പാസ്ബുക്ക് ഒക്കെ നോക്കുമ്പോൾ ഒരാളുടെ ഫോട്ടോ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില ബാങ്കിന്റെ പാസ്ബുക്ക് നോക്കുമ്പോൾ അതിൽ രണ്ടാൾക്കാരെയൊക്കെ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ. അത് എന്തുകൊണ്ടാണെന്നാണ്. അപ്പൊ എന്താണ്, അപ്പൊ ടീച്ചർ പറഞ്ഞതാണ്, ആകാശേ അതെന്താണ്, അത് രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് ആണ് അല്ലെ. ഒരു ഫോട്ടോ മാത്രം കാണുകയാണെങ്കിൽ അത് വേറെ തന്നെ അക്കൗണ്ട് ആണ്, രണ്ട് ഫോട്ടോസ് ഒക്കെ കാണുകയാണെങ്കിൽ അത് വേറെ തന്നെ അക്കൗണ്ട് ആണ്. റെഡി, അപ്പൊ അത് ആരാണ് ഉടമസ്ഥത അല്ലെ, നമ്മൾ ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ ഉടമസ്ഥത, അതിന്റെ ഓണർഷിപ്പ് ആർക്കാണ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് അക്കൗണ്ടിനെ നമുക്ക് 3 ആയിട്ട് തരംതിരിക്കാം. റെഡി, അപ്പൊ ഇത് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക, എന്തായാലും എക്സാമിന് ചോദിക്കും കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ടൈപ്പ് ബാങ്ക് അക്കൗണ്ട് ആണ് എന്ത്, അതാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് അഥവാ വ്യക്തിഗത അക്കൗണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മക്കളെ, ഇപ്പൊ നമുക്കൊക്കെ ഉണ്ടാവുന്നത് അല്ലെ, നമുക്കിപ്പോ നമ്മുടെ പേരിലൊരു അക്കൗണ്ട് തുടങ്ങണം. ഇപ്പൊ മിസ്സിന്റെ അർച്ചന എന്നുള്ള പേരിൽ മിസ് ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അതാണ് എന്ത്, മിസ്സിന്റെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്. റെഡി, അപ്പൊ ഇൻഡിവിജ്വൽ അക്കൗണ്ട് വെച്ചാൽ an account ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരാളുടെ പേരിൽ തുടങ്ങുന്ന ഒരു അക്കൗണ്ട് അല്ലെ, ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട് ആണ് എന്ത്, അതാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട് അഥവാ വ്യക്തിഗത അക്കൗണ്ട്. റെഡി, ശ്രദ്ധിച്ചിരിക്കണേ. ചാറ്റ് ബോക്സിൽ കഴിഞ്ഞ തവണത്തെ പോലെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ടുള്ള ചാറ്റുകളൊന്നും പാടില്ല. ഓക്കെ, നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എക്സാമിന് ചോദിക്കും. റെഡി, അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട്, ഇപ്പൊ ഇവിടെ നിങ്ങളുടെ കുറെ പേരുണ്ടല്ലോ ഇവിടെ. ഇപ്പൊ ദക്ഷിണന്റെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നു, അതാണ് എന്ത്, അല്ലെങ്കിൽ നമ്മുടെ ആര്യയുടെ പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്, ഇതൊക്കെയാണ് എന്ത്, ഇതാണ് നമ്മുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, അപ്പൊ ഈ വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ അക്കൗണ്ടിലൂടെ ബാങ്കുമായിട്ടുള്ള ഇടപാടുകൾ നടത്താൻ പറ്റുള്ളൂ, വേറൊരാൾക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മിസ്സിന്റെ ബാങ്ക് അല്ലെ, ഇപ്പോൾ ഇവിടെ ഹാദി ഉണ്ട്, ആയിഷ ഉണ്ട്, നിങ്ങളുടെ പേര് പറയാനാണോ, യെസ് ജാനകി ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അർച്ചന മിസ്സിന്റെ പേര് അല്ലെ, അപ്പൊ മിസ്സിന്റെ പേരിലുള്ള അക്കൗണ്ടില് മിസ്സിന്റെ അനിയത്തിക്ക് വന്നിട്ട് ഇടപാടുകൾ നടത്താൻ പറ്റുമോ, മിസ്സിന്റെ അച്ഛന് വന്നിട്ട് ഇടപാടുകൾ നടത്താൻ പറ്റുമോ, അമ്മയ്ക്ക് വന്ന ഇടപാടുകൾ നടത്താൻ പറ്റുമോ, പറ്റില്ലല്ലോ അല്ലേ. അതായത് മിസ്സിന്റെ പേരുള്ള അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് മിസ്സിന്റെ ഇതിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മിസ്സിന് മാത്രമേ ആ ഒരു അക്കൗണ്ടിൽ ഇടപാടുകളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അവിടെ നിന്ന് പൈസ നിക്ഷേപിക്കണമെങ്കിലോ അവിടെ നിന്ന് വായ്പ എടുക്കണമെങ്കിലോ ഒക്കെ ആര് തീരുമാനിക്കണം, ഞാൻ തീരുമാനിക്കണം അല്ലെ. അതാണ് ഈ പറയുന്ന വ്യക്തിഗത അക്കൗണ്ടിന്റെ പ്രത്യേകത. അപ്പൊ എന്താണ്, ഓൺലി ദാറ്റ് പേഴ്സൺ ക്യാൻ മേക്ക് ട്രാൻസാക്ഷൻ ത്രൂ ദാറ്റ് അക്കൗണ്ട്, ആ ഒരു പേഴ്സണ് മാത്രമേ ആ ഒരു അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുള്ളൂ. കിട്ടിയോ, അതാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ജോയിന്റ് അക്കൗണ്ട്.
പേര് പോലെ തന്നെ ജോയിന്റ് അക്കൗണ്ട്. നേരത്തെ പറഞ്ഞില്ലേ എന്റെയും എൻ്റെ അമ്മയുടെയും ഫോട്ടോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് ഈ ജോയിന്റ് അക്കൗണ്ട്. അതായത് ഒരാളായിരിക്കില്ല, ഒന്നില്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ രണ്ടിലധികമോ ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നിട്ട് അല്ലെങ്കിൽ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി ചേർന്നിട്ടുണ്ടാകുന്ന അക്കൗണ്ട് ആണ് എന്ത്, അതായത് ഒന്നില്ലെങ്കിൽ ആൾക്കാരാകാം അല്ലെങ്കിൽ സ്ഥാപനങ്ങളാകാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒരാളല്ല, രണ്ടോ രണ്ടിലധികമോ ആൾക്കാർ കൂടി ചേർന്നിട്ട് നടത്തുന്ന കൂടി ചേർന്നിട്ട് ഒരുമിച്ച് തുടങ്ങുന്ന അക്കൗണ്ട് ആണ് എന്ത്, ജോയിന്റ് അക്കൗണ്ട്. പേര് പോലെ തന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ജോയിന്റ് ആയിട്ട് തുടങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ മിസ് ദിൽഷ മിസ്, സ്നേഹ മിസ്, നമ്മൾ 3 പേരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ മിസ്സിന് അതിലിടപാട് നടത്താം, ദിൽഷ മിസ്സിന് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് നടത്താം, അതേപോലെ തന്നെ നമ്മുടെ സ്നേഹ മിസ്സിന് ട്രാൻസാക്ഷൻസ് നടത്താം. റെഡി, കിട്ടിയോ? അതാണ് ജോയിന്റ് അക്കൗണ്ട്, രണ്ടിലധികം ആൾക്കാർ കൂടി ചേർന്നിട്ട് തുടങ്ങുന്ന അക്കൗണ്ട്. ഇനി അടുത്തത്, ഇത് ലാസ്റ്റ് ഇനി മെസ്സേ ഒന്നും കൂടെ പറയൂന്ന് പറയരുത്. ഓക്കെ, കാരണം ഇന്ന് നമ്മുടെ ചാപ്റ്റർ തീരാണ്. അപ്പോൾ ഇന്നത്തോടു കൂടെ നമ്മുടെ ചാപ്റ്റർ തീർക്കാനുള്ളതാണ്. അപ്പോൾ അധികം സമയമില്ല, മിസ്സിന് ഇത് കഴിഞ്ഞിട്ട് വേറെ ലൈവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് കുറേ വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള സമയമില്ല. എൻ്റെ കുട്ടികളെ ശ്രദ്ധിച്ചേക്കണം, അതിനാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് മിസ് ഇപ്പം തന്നെ പറഞ്ഞിരുന്നത്. റെഡി, അപ്പോൾ ജോയിന്റ് അക്കൗണ്ട് മനസ്സിലായില്ല എന്തായിരുന്നു, രണ്ടിലധികം ആൾക്കാർ അല്ലേ, രണ്ടിലധികം ആൾക്കാർ രണ്ടോ അതല്ലെങ്കിൽ അതിലധികമോ ആൾക്കാർ കൂടി ചേർന്ന് നടത്തുന്ന ഒരുമിച്ച് തുറക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് എന്ത്, ജോയിന്റ് അക്കൗണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്, പേര് പോലെ തന്നെ എന്താണ്, മറ്റേത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയാണ് തുടങ്ങുന്നത് ഇല്ലേ. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്തായിരിക്കും, ആരാ തുറക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ തുറക്കുന്നതാണ്. ആൻ അക്കൗണ്ട് ഓപ്പൺ ഇൻ ദ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇപ്പൊ എക്സാമിനറുടെ പേര് തുടങ്ങുന്ന ആ ഒരു അക്കൗണ്ട്, അതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. റെഡി, അപ്പോൾ അതിന്റെ ഇപ്പൊ എക്സാമിനറുടെ ഒരു ഓതർ, ഇതിപ്പോ ഈ ബാങ്കിലെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താനായിട്ട് ഒരാളുണ്ടായിരിക്കും അല്ലെ, ആ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും എന്ത് ചെയ്യുക, അതിന്റെ എല്ലാ ട്രാൻസാക്ഷൻസും നോക്കുക. ഓക്കെ, അല്ലാതെ ഇവിടെ ഇപ്പം നമ്മളൊക്കെ ഫാക്കൽറ്റീസ് അല്ലേ, നമ്മളൊക്കെ നമ്മുടെ എക്സാമിനറിന്റെ ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് ഇടപെടുമോ, ഇല്ലല്ലോ. അത് നോക്കാനായിട്ട് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ഉണ്ടായിരിക്കും, ആളായിരിക്കും ഇത് ചെയ്യുക, ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നോക്കുക. അപ്പൊ an authorized person in the institution opens the account and make transaction അല്ലെ, അവരാണ് എന്ത് ചെയ്യുക, ഈ പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അവിടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താം. റെഡി, കിട്ടിയോ മക്കളെ? ഇതാണ് നമ്മുടെ 3 ടൈപ്പ് അക്കൗണ്ട്സ്. ഈ 3 ടൈപ്പ് അക്കൗണ്ട് എൻ്റെ കുട്ടികൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ വേഗം തന്നെ ആ ചാറ്റ് ബോക്സിൽ കുറച്ച് ഹാർട്ട് ഇമോജിസ് ഇട്ടേ. റെഡി ആണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഒരു വ്യക്തി തുടങ്ങുന്നു, ജോയിന്റ് അക്കൗണ്ട് രണ്ടോ അതിലധികം ആൾക്കാർ കൂടി ചേർന്ന് തുടങ്ങുന്നു, അത് ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകും. ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ തുടങ്ങുന്നു. റെഡി, ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയെങ്കിൽ ചാറ്റ് ബോക്സിൽ ഹാർട്ട് പൊസിച്ച് പോന്നോട്ടെ. റെഡി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ സേവിങ്സ് ആണ്. ഓക്കെ, ഇപ്പം നമുക്കിപ്പോൾ പൈസ സേവ് ചെയ്യണം, അതിന് പല മെത്തേഡുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. മിസ് ഐ ആം ലേറ്റ്. ലേറ്റ് ആയി കഴിഞ്ഞാൽ മിസ് പറഞ്ഞിട്ടായിരുന്നു, വീണ്ടും റിപ്പീറ്റ് ആക്കാൻ പറ്റില്ല. അത് ഒരു കാര്യം ചെയ്യേണ്ട കുട്ടികൾ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ മിസ് നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തൊന്ന് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമൂലമുള്ളത് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം നമ്മളത് കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും തുടങ്ങാൻ വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള കുട്ടികൾക്ക് ലാഗായി പോകും. ഓക്കെ, റെഡി. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമുക്ക് ഈ പറയുന്ന പണം നിക്ഷേപിക്കാമല്ലോ. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അത് നമുക്ക് പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്താം. അപ്പോൾ ആ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ, ഈ ഡെപ്പോസിറ്റുകൾ തന്നെ പലതരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഏതൊക്കെയാണ് മക്കളെ? ഇതൊക്കെയാണ്. സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയുള്ളത്? നമുക്ക് സമ്പാദ്യ നിക്ഷേപങ്ങളുണ്ട്, പ്രചലിത നിക്ഷേപങ്ങളുണ്ട്, സ്ഥിര നിക്ഷേപങ്ങളുണ്ട്, ആവർത്തിത നിക്ഷേപങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ മിസ് പലപ്പോഴും ചെയ്യാൻ നമ്മുടെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റും ഇത് മുന്നേ ചെയ്തിരുന്നു. ഓക്കെ, നമ്മുടെ മുന്നേ ചെയ്തിരുന്നു മിസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് മിസ് പറഞ്ഞേരേ. ഫസ്റ്റ് സമ്പാദ്യ നിക്ഷേപം, സേവിങ്സ് ഡെപ്പോസിറ്റ്. ഈ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വൽസിന്റെ ഇടയിൽ, ആൾക്കാരുടെ ഇടയിൽ ഈ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ടു ഇൻസ്റ്റിൽ ദ ഹാബിറ്റ് ഓഫ് സേവിങ് ഇൻ ഇൻഡിവിജ്വൽസ്. അതായത് ഈ ജനങ്ങൾക്കിടയിൽ, ആൾക്കാരുടെ ഇടയിൽ എന്താണ്, സമ്പാദ്യശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള നിക്ഷേപമാണിത്. ഓക്കെ, അപ്പൊ ഇതില് വ്യക്തിഗത സംയുക്ത അക്കൗണ്ടുകൾക്ക് സമ്പാദ്യ നിക്ഷേപം തുടങ്ങാം. അതായത് നമ്മൾ ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും ജോയിന്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്പാദ്യ നിക്ഷേപം നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തി ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണെങ്കിലും ജോയിന്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സമ്പാദ്യ നിക്ഷേപം നമുക്ക് തുടങ്ങാം.
ഓക്കെ. അപ്പൊ ഈ നിക്ഷേപങ്ങൾക്ക് ബാങ്ക് എന്ത് ചെയ്യുന്നത്? കുറഞ്ഞ നിരക്കിൽ പലിശ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, കുറഞ്ഞ നിരക്കിൽ പലിശ. ഓക്കെ. അപ്പൊ എന്താണ്? ലോ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡെപ്പോസിറ്റിന് വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് ആണ്, ഒരുപാടൊന്നും ഇല്ല കേട്ടോ പലിശ. അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കുറേ ഇട്ടൊന്നും നമുക്ക് കിട്ടില്ല, കുറച്ച് പലിശ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ആസ് മെനി ടൈംസ് ആസ് ദേ വോണ്ട്, അല്ലെ? നമുക്ക് എന്താ പറയുക, എത്ര തവണ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ മണി ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെ? എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? പണം നിക്ഷേപിക്കാം. ഓക്കെ. പക്ഷെ പണം എത്ര തവണ വേണമെങ്കിൽ നമുക്ക് പണം നിക്ഷേപിക്കാം, പക്ഷെ പണം പിൻവലിക്കുന്നതിന് എന്തുണ്ട്? കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. ഓക്കെ. ആ നിയന്ത്രണങ്ങളൊക്കെ, അതായത് ആ ഒരു ഇങ്ങനെ എന്താ പറയുക, ഇതൊക്കെ പറയും, അല്ലെ? അത് എത്ര പണം വീതമാണ് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം അങ്ങോട്ട് പിൻവലിക്കാനൊന്നും പറ്റില്ല. അതേപോലെ ഒറ്റയടിക്ക് നമുക്ക് എന്താ പറയുക, എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം, പക്ഷെ പണം പിൻവലിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യം, പെട്ടെന്ന് അത്യാവശ്യം നമുക്ക് പൈസ അവിടെ നിന്ന് കിട്ടണം. പൈസ അവിടെ നിന്ന് കിട്ടണമെന്ന് അതിന് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഇത്ര 1,00,000-അടുത്ത് മാത്രമേ പിൻവലിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തരത്തിലുള്ള ലിമിറ്റേഷൻസ് അവിടെ ഉണ്ടാക്കി. അപ്പം നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ചെറിയൊരു പ്രശ്നം. ഓക്കെ. പലിശ കുറവായിരിക്കും, കുറച്ച് എന്താണ് പണം പിൻവലിക്കാനായിട്ട് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്. ഇതാണ് അതിന്റെ പ്രശ്നങ്ങൾ. റെഡി? അപ്പൊ സമ്പാദ്യ നിക്ഷേപം അഥവാ സേവിങ്സ് ഡെപ്പോസിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ ഇടയിൽ സേവിങ്സ് എന്താ പറയാ, സേവിങ്സ് എന്നുള്ള ശീലം, ഹാബിറ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇൻഡിവിജ്വൽ അക്കൗണ്ടുകാർക്കും ജോയിന്റ് അക്കൗണ്ടുകാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സേവിങ്സ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പക്ഷെ എന്താണ്? ലോ ഇൻട്രസ്റ്റ് ആണ്, കുറഞ്ഞ പലിശ നിരക്കേ കിട്ടുള്ളൂ. റെഡി? അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ എന്താണ്? നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട്, മണി വിത്ഡ്രോ ചെയ്യുന്ന മക്കളെ പണം പിൻവലിക്കാനായിട്ട് കുറച്ച് നിയന്ത്രണങ്ങളുണ്ട്, റെസ്ട്രിക്ഷൻസ്. ഒറ്റയടിക്ക് എല്ലാ പൈസയും കൂടെ പിൻവലിക്കാനൊന്നും പറ്റില്ല. ഓക്കെ. ഇനി അടുത്തതാണ് എന്ത്? കറണ്ട് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റ് വെച്ചാൽ ഇത് നമ്മുടെ ഈ പറയുന്ന സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ ട്രേഡേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കറണ്ട് ഡെപ്പോസിറ്റ് ഉള്ളത്. ഓക്കെ. അപ്പോൾ വ്യാപാരികളെയും വ്യവസായികളെയും ലക്ഷ്യം വെച്ചിട്ട് കൊണ്ടുള്ള നിക്ഷേപമാണിത്. അപ്പൊ ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരുടെ കയ്യിൽ കുറേ പൈസ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആ പൈസ അവർക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, എപ്പോഴാണെന്ന് വെച്ചാൽ അത് എടുക്കാം, ഒരു നിയന്ത്രണവും ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സേവിങ്സ് ഡെപ്പോസിറ്റിൽ പണം പിൻവലിക്കാനായിട്ട് കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എവിടെ ഉണ്ടാവില്ല? ഈ പറയുന്ന നമ്മുടെ പ്രചലിത നിക്ഷേപം അഥവാ കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കില്ല. അവർക്ക് എത്ര പൈസ വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ ഇടാം, എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടുകയും ചെയ്യാം. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താണ്, എപ്പോഴെങ്കിലും ഫുൾ എമൗണ്ട് അടക്കം നമുക്ക് തിരിച്ചെടുക്കാമല്ലോ. ഇപ്പം ഇന്നിട്ട് നാളെ വേണമെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് തിരിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ ഇതിന് എന്തുണ്ടാവില്ല? പലിശ ഉണ്ടാവില്ല. ഓക്കെ. ഇതിനെന്തുണ്ടാവില്ല? പലിശ ഉണ്ടാവില്ല. അപ്പൊ പണം നിക്ഷേപിക്കുന്നതിനും പിൻവലിക്കുന്നതിനും എന്തില്ല? നിയന്ത്രണങ്ങളില്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എത്ര ഇടപാടുകൾ വേണമെങ്കിലും നടത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ എത്ര നമ്പർ ഓഫ് എന്താ പറയുക ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും നടത്താം. ഒരു ദിവസം തന്നെ ലിമിറ്റ് ഒന്നുമില്ല. സേവിങ്സ് ഡെപ്പോസിറ്റിലൊക്കെ ആണെങ്കിൽ ലിമിറ്റ് ഉണ്ടല്ലോ, ഒരു ദിവസം നടത്താനുള്ള ട്രാൻസാക്ഷൻസിന് ലിമിറ്റ് ഉണ്ടല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ എത്ര വേണമെങ്കിലും നമുക്ക് ലിമിറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസാക്ഷൻ നടത്താം. പിന്നെ അതേപോലെ തന്നെ എന്തില്ല, നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. ഡെപ്പോസിറ്റ് ചെയ്യാനോ വിത്ഡ്രോ ചെയ്യാനോ എത്ര വേണമെങ്കിലും പണം പിൻവലിക്കുക, ഡെപ്പോസിറ്റ് എന്താണെന്ന് വെച്ച് ചെയ്തോ, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷെ എന്തില്ല? നോ ഇൻട്രസ്റ്റ്, പലിശ ഒന്നുമില്ല. നിങ്ങൾ എടുക്കുക എന്താ വെച്ചാൽ ചെയ്തോ, പക്ഷെ എന്താണ്? ഒരു റെസ്ട്രിക്ഷൻസും ഉണ്ടാവില്ല. അതാണ് കറണ്ട് ഡെപ്പോസിറ്റ്. റെഡി? ഇനി അടുത്തതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഓക്കെ. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റൊക്കെയാണ് മിസ്സൊക്കെ കൂടുതലും ഇടാറുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വട്ടം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇപ്പം മിസ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 1 lakh ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. മിസ്സിൻ്റെ കയ്യിൽ 1 lakh rupees ഉണ്ട്. അപ്പോൾ ഈ 1 lakh rupees മിസ് എന്ത് ചെയ്തു? 1 lakh rupees അത് എൻ്റെ കയ്യിലിടുന്നത് ഞാൻ ചിലവായി പോകും, കുറച്ച് അത്യാവശ്യം എമൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് ഒരു വർഷത്തേക്കായിട്ട്, ഇപ്പം എനിക്ക് വേണ്ട, അത് അടുത്ത വർഷത്തേക്കൊക്കെ മതി. ഓക്കെ. അപ്പോൾ ഞാനത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് FD എന്ന് പറയും. ഓക്കെ. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിട്ടു. അപ്പൊ അതെന്താണ്? ഒരു വട്ടം നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ 1 yearലേക്ക് ആണെങ്കിൽ ആ 1 year കംപ്ലീറ്റ് തീർത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പൈസ ആ ഇൻട്രസ്റ്റോട് കൂടെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. ഓക്കെ. ഇടയിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇടയിൽ നമ്മൾ അയ്യോ എനിക്കിനി പൈസ വേണേ, അപ്പൊ ഇതുവരെയുള്ള മാസങ്ങളുടെ തായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. ഓക്കെ. അപ്പൊ ആ ഒരു 1 year നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻട്രസ്റ്റോട് കൂടെ നമുക്ക് കിട്ടുള്ളൂ. റെഡി? 1 ലക്ഷം എന്നുള്ള ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാ. ഓക്കെ. അപ്പൊ അതായത് എന്താണ്? ദിസ് ഈസ് എൻ അക്കൗണ്ട് വേർ ദ ഡെപ്പോസിറ്റ് ഈസ് മെയ്ഡ് ഓൺലി വൺസ്, അല്ലെ? ഒരു വട്ടം നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഡെപ്പോസിറ്റ് ഈസ് മെയ്ഡ് ഓൺലി വൺസ്. ഒരു വട്ടം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് വിത്ഡ്രോൺ വിത്ത് ഇൻട്രസ്റ്റ് ആഫ്റ്റർ എ സർട്ടൻ പീരീഡ്. ഇപ്പൊ ഒരു സർട്ടൻ പീരീഡിന് ശേഷം, ഇപ്പൊ മിസ് ഒരു വർഷത്തേക്കാണ് ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ സർട്ടൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മിസ്സിന് അത് തിരിച്ചു കിട്ടുള്ളൂ.
കിട്ടിയോ? റെഡി? അപ്പോൾ ഈ ഓരോ ബാങ്ക് പേസ് ഹയർ ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡെപ്പോസിറ്റ്. മറ്റേ സേവിങ്സ് ഡെപ്പോസിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് പലിശയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫിക്സഡ് ഡെപ്പോസിറ്റിന് അത്യാവശ്യം പലിശ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഇട്ട പൈസയേക്കാളും ആ ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് നമുക്ക് കിട്ടും. പക്ഷെ എന്താണ്, അത്രയും നാളും ആ പറയുന്ന നമുക്ക് ഫുൾ ആ ഒരു ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ഇട്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വർഷം കംപ്ലീറ്റ് കഴിഞ്ഞാലേ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. റെഡി? അപ്പോൾ ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടെ പിൻവലിക്കുകയും ചെയ്യുന്ന നിക്ഷേപമാണ് എന്ത്? അതാണ് സ്ഥിര നിക്ഷേപം. റെഡി? അപ്പൊ ഇത്തരത്തിലുള്ള ഇത് എന്ന് ചെയ്യുന്നു ബാങ്ക് കുറച്ചും കൂടെ കൂടുതൽ പലിശ നമുക്ക് ഇവിടെ കിട്ടും. കിട്ടിയോ മക്കളെ? ഇനി ഒരെണ്ണം കൂടി ഉള്ളതാണ് എന്ത്? റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇതും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പോ ഒറ്റയടിക്കുമ്പോൾ ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് ഈ പറയുന്ന മിസ്സിന് ഇപ്പൊ സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് എന്താ പറയാ, സാലറി ഒക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് കുറച്ച് വീതം മാറ്റി വെക്കാം അല്ലേ? അതായത് ഇപ്പൊ നിങ്ങളിപ്പോൾ വീട്ടിലായാലും നിങ്ങളുടെ അച്ഛനോടോ അമ്മോടൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുള്ളൂ, അവരും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമുക്കിപ്പോൾ ഒരു സാലറി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50,000 ആണ് ഇപ്പോൾ നമ്മുടെ സാലറി എന്ന് വിചാരിക്കുക. ആ 50,000-ൽ നിന്ന് ജസ്റ്റ് ഒരു 10,000 രൂപ നമുക്ക് എല്ലാ മാസവും മാറ്റി വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ? അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് മക്കളെ? ദിസ് ഈസ് അനദർ ഫോം ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മറ്റൊരു ഫോമാണിത്. ശ്രദ്ധിച്ചിരിക്കണേ, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മറ്റൊരു രൂപമാണിത്. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട്, അതായത് ഒരു 10,000 100 ആണെങ്കിൽ 100. ഓക്കെ, എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫിക്സഡ് എമൗണ്ട്. ഇപ്പൊ മിസ് ഇപ്പൊ ഈ ഒരു മാസം 10,000 ആണ് ഇട്ടെന്നുണ്ടെങ്കിൽ അടുത്ത മാസം കറക്റ്റ് എമൗണ്ട് തന്നെ എടുക്കണം. ഓക്കെ, ഇന്ന് ഞാൻ 10,000 ഇട്ടു, അടുത്ത മാസം എൻ്റെ അത്ര പൈസ ഇല്ല, എന്നാൽ 5,000 പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കൂല. റെഡി? അപ്പൊ ഇന്ന് 10,000 ഇട്ടുണ്ടെങ്കിൽ അടുത്ത മാസം എന്ത് ചെയ്യണം? 10,000 തന്നെ. അങ്ങനെ ആ ഒരു ഫിക്സഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ഇൻ ദിസ് അക്കൗണ്ട് അറ്റ് റെഗുലർ ഇന്റർവെൽസ് അല്ലേ? കറക്റ്റ് ആയിട്ട് ഈ മാസം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം. ഓക്കെ, അങ്ങനെ റെഗുലർ ഇന്റർവെൽസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് ആ ഒരു എമൗണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പോവാ. ഓക്കെ, അതൊന്നില്ലെങ്കിൽ ഡെയിലി ആവാം, മന്ത്ലി ആവാം, വീക്ക്ലി ആകാം. ഓക്കെ, മിസ് ഇട്ട് പോയത് മന്ത്ലി ആയിരുന്നു. ഓക്കെ, അപ്പൊ മിസ് ഇപ്പോൾ ഒരു എത്രയായിരുന്നു 1.5 കിട്ടുണ്ടായിരുന്നു, അത് എത്രയോ ഓക്കെ ഒരു എമൗണ്ട് മിസ് ഇട്ടു. ഓക്കെ, ആ ഒരു എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം അതേ സെയിം എമൗണ്ട് തന്നെ ഇടണം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മന്ത്ലി അതായത് കറക്റ്റ് ഒന്നിലേക്ക് മന്ത്ലി ആക്കാം, വീക്ക്ലി ആക്കാം, എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. പക്ഷെ നമുക്കിപ്പോൾ മന്ത്ലിയിൽ ഉണ്ടാവുള്ളൂ, കാരണം നമുക്ക് ഈ വീക്ക്ലിയോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മാസം സാലറി കിട്ടുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ മന്ത്ലി എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇട്ടിട്ട് പോകും. ഓക്കെ, അത് എന്നിട്ട് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം വരെ നമ്മൾ ഇടണം. ഓക്കെ, ഒരു വർഷത്തേക്കോ 1.5 വർഷത്തേക്കോ ആയിട്ട് നമ്മൾ ഇടണം. ഓക്കെ, അല്ലെങ്കിൽ 6 മാസത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം വരെ നമ്മൾ കൊടുക്കണം. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ മിസ് ഒരു വർഷത്തേക്കാണ് ആ ഒരു ഇപ്പൊ 10,000 രൂപ വീതം മിസ് ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് ഇട്ടേന്ന് വിചാരിക്കുക. ആ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ആ കംപ്ലീറ്റ് പലിശയോട് കൂടിയിട്ട് മിസ്സിന് അത് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. റെഡി? അപ്പൊ ദ എമൗണ്ട് ക്യാൻ ബി വിത്ഡ്രോൺ ഓൺലി ആഫ്റ്റർ ദ മെച്യൂരിറ്റി പീരീഡ്. ഓക്കെ, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് അത്രയും ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക? അത് പലിശയോട് കൂടെ കിട്ടുക. ഇടയിൽ നിർത്താൻ നോക്കി കഴിഞ്ഞാൽ പലിശ ഒന്നും കിട്ടില്ല, വെറുതെ ഇട്ട പൈസ തിരിച്ചു കിട്ടും, അത്രേ ഉള്ളൂ. റെഡി? അപ്പൊ ഇറ്റ് ഏൺസ് ഹയർ ഇൻട്രസ്റ്റ് ദാൻ സേവിങ്സ് ഡെപ്പോസിറ്റ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ സേവിങ്സ് ഡെപ്പോസിറ്റിനേക്കാളും എന്താണ്? ഹയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, നല്ല പലിശ നമുക്ക് ഇതിൽ കിട്ടും. റെഡി? അപ്പൊ ഇതാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു? ഒന്നും കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചേക്കാം. സ്ഥിര നിക്ഷേപത്തിന് തന്നെ മറ്റൊരു രൂപമാണിത്. ഓക്കെ, ഒരു പ്രത്യേക കാലയളവിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നിശ്ചിതമായിട്ടുള്ള ഒരു തുക, ഓക്കെ, അത് കൃത്യമായിട്ട് ഇടവേളകളിൽ, അതൊന്നിന് ദിവസത്തിലാകാം, ആഴ്ചയിലാകാം, മാസത്തിലാകാം, അതെന്ത് ചെയ്യുന്നു? നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ നിക്ഷേപിക്കുന്നു. അപ്പൊ കാലാവധി പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആ ഒരു നിശ്ചിത കാലഘട്ടം, ആ ഒരു കാലം കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ആ കാലാവധി പൂർത്തിയായതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? തുക പിൻവലിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? പലിശ അടക്കമാണ് കിട്ടുക അല്ലെ? കൂടുതൽ പലിശയും കിട്ടുന്നു. റെഡി? അതാണ് നമ്മുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ്. കഴിഞ്ഞു. ഇത്രയുള്ള നമ്മുടെ പല ഡെപ്പോസിറ്റുകൾ എന്ന് പറയുന്നത്. റെഡി ആയോ മക്കളെ? ക്ലിയർ ആയോ? സെറ്റായോ? റെഡി? എല്ലാവർക്കും ക്ലിയർ ആയോ? നമ്മുടെ ഡെപ്പോസിറ്റുകൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ കുട്ടികള്. ക്ലിയർ എന്ന് പറഞ്ഞേ, വേഗം. കാര്യം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കും. റെഡി? എവിടെ നിങ്ങളുടെ ചാറ്റ് നോക്കാനാണ് നിൽക്കുന്നത്. യെസ്, ഇത് എന്തായാലും പഠിക്കണേ. ഇനി മിസ് ഒന്നും കൂടെ നമുക്കൊന്ന് റെഡിയാക്കാം. ഒന്നും കൂടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് ഓരോരോ ഡെപ്പോസിറ്റുകൾ നോക്കാം. ഫസ്റ്റത്തെ സേവിങ്സ് ഡെപ്പോസിറ്റ്, ജസ്റ്റ് സേവ് ചെയ്യാന്നുള്ളത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞിരുന്നത്. സേവിങ്സ് ഡെപ്പോസിറ്റ്, അതിന് ടെന്നർ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? കാലാവധി. ഓക്കെ, അപ്പൊ ആ ഒരു കാലാവധി അതിന് ആപ്ലിക്കബിൾ ആണോ?
ഓക്കെ. സേവിങ്സ് ഡെപ്പോസിറ്റ് അങ്ങനെ കാലാവധി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ, കാലാവധി ഒന്നും പറഞ്ഞിട്ടില്ല, അപ്ലിക്കബിൾ അല്ല. പക്ഷേ കറണ്ട് ഡെപ്പോസിറ്റിന് എങ്ങനെയാ കാലാവധി? കറണ്ട് ഡെപ്പോസിറ്റിന് കറക്റ്റ്, അതും ഇതേപോലെ തന്നെ എടുക്കാം, ഇതാക്കാം അല്ലെ, വേണമെങ്കിൽ നിക്ഷേപിക്കാം, അപ്പൊ തന്നെ വേണമെങ്കിൽ പിറ്റേ ദിവസം തന്നെ തിരിച്ചെടുക്കാം. അപ്പൊ അതുകൊണ്ട് അതിനും എന്തില്ല, കാലാവധി ഒന്നും നിർബന്ധമില്ല. ഇനി പക്ഷെ ഇവിടെ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ഒരു ഡെപ്പോസിറ്റും കൂടെ മാത്രമേ ഉള്ളൂ. ഏതാണ് ഇവിടെ? ഇപ്പൊ ഏതാ വരാ? ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലേ. ഇവിടെ എന്ത് വരും? ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ്? കറക്റ്റ് ആയിട്ട് കാലാവധി ഉണ്ട് അല്ലേ, അതിന് കറക്റ്റ് ആയിട്ട് ആ ടെന്യൂർ അഥവാ കാലാവധി ആ ഒരു ടൈമിന് ശേഷം മാത്രമേ പിൻവലിക്കാനായിട്ട് പറ്റുള്ളൂ, പിൻവലിക്കാനല്ല പലിശയോട് കൂടെ കിട്ടുള്ളൂ. ഓക്കെ. ഈ പക്ഷേ റിക്കറിംഗ് എമൗണ്ടിന് എങ്ങനെയാണ്? അതിനും ഈ പറഞ്ഞ പോലെ ആപ്ലിക്കബിൾ ആണ് അല്ലേ, അല്ലേ, അതിനും കാലാവധി ഉണ്ട്. ഇപ്പൊ ആ ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പലിശ അടക്കം കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന് രണ്ടെണ്ണത്തിലാണ് കാലാവധി പ്രശ്നം നിർബന്ധമുള്ളത്. ഇനി സേവിങ്സിൽ നോക്കി കഴിഞ്ഞാല് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് മക്കളെ? ഇൻട്രസ്റ്റ് എത്രത്തോളം കിട്ടുക? ഒരുപാട് പലിശ കിട്ടുമോ സേവിങ്സ് ഡെപ്പോസിറ്റിന്? കിട്ടോ? ഇല്ല. സേവിങ്സ് ഡെപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു അവിടെ എന്തായിരിക്കും? ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. അവിടെ എന്തായിരിക്കും മക്കളെ? അവിടെ പലിശ ഭയങ്കര കുറവായിരിക്കും അല്ലെ, പലിശ ഭയങ്കര കുറവായിരിക്കും. ഇനി ഇവിടെ കറണ്ട് ഡെപ്പോസിറ്റിന് പലിശ ഉണ്ടോ? കറണ്ട് ഡെപ്പോസിറ്റിന് പലിശ ഇല്ല അല്ലെ, നോ ഇൻട്രസ്റ്റ്. അവിടെ എന്തില്ല? കറണ്ട് ഡെപ്പോസിറ്റിന് പലിശ ഇല്ല, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ്? നമ്മുടെ RD പോലെ തന്നെയാണ് അല്ലെ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ തന്നെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റിനും എന്ത് തന്നെയാണ്? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ. ഇനി ഇവിടെ ഫസ്റ്റത്തെ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ പണം പിൻവലിക്കുകയാണ്. പണം പിൻവലിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സേവിങ്സ് അക്കൗണ്ടിന് എന്തുണ്ട്? കുറച്ച് നിയന്ത്രണങ്ങൾ ഉണ്ട് അല്ലെ, അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ കറണ്ട് ഡെപ്പോസിറ്റിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും ഇടാം, എപ്പോ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പിൻവലിക്കാം അല്ലെ. അപ്പൊ അതുകൊണ്ട് കറണ്ട് ഡെപ്പോസിറ്റ് ഒന്നുമില്ല, നോ റെസ്ട്രിക്ഷൻസ്. ഓക്കെ. ഒരു നിബന്ധനകളും അവിടെ ഇല്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം. റെഡി അല്ലേ? ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് എപ്പോഴെങ്കിലും പിൻവലിക്കലാണോ? പിൻവലിച്ചാൽ നമുക്ക് പലിശയോട് കൂടെ പണം കിട്ടുമോ? ഇല്ലല്ലോ, നമുക്കൊരു മെച്യൂരിറ്റി പീരീഡിന് ശേഷം മാത്രമേ പണം പിൻവലിച്ചാൽ കിട്ടുള്ളൂ അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ RD റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണെങ്കിലും എങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഒരു ടൈം പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് എന്താ പറയുക ഈ പറയുന്ന പലിശയോട് കൂടെ പണം കിട്ടുള്ളൂ. അപ്പൊ ഇവിടെയും എന്താണ്? ആഫ്റ്റർ മെച്യൂരിറ്റി പീരീഡ്, ആ ഒരു മെച്യൂരിറ്റി പീരീഡിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ പറയുന്ന പോലെ പണം പിൻവലിക്കാനായിട്ട് സാധിക്കുള്ളൂ. കിട്ടിയോ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മുടെ 4 ഡെപ്പോസിറ്റുകൾ: സേവിങ്സ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. റെഡിയായോ? സെറ്റായോ? ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു നോക്കി നോക്കുക. ചിലർക്ക് ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒറ്റയടി കേൾക്കുന്ന സമയത്ത് ഈ ഡെപ്പോസിറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ആദ്യമായിട്ടല്ലേ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ഇച്ചിരി പ്രയാസം ഉണ്ടായെന്ന് തോന്നി വരാം. അപ്പോൾ അത് വീണ്ടും വീണ്ടും കേൾക്കണം. റെഡി സെറ്റ് ആണല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പലതരത്തിൽ വിവിധ തരം ബാങ്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ബാങ്കുകളൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിലിട്ടേ. ഏതൊക്കെയാണ് എൻ്റെ കുട്ടികൾക്ക് അറിയാവുന്ന ബാങ്കുകൾ? അതൊക്കെ അറിയാവുന്നത് ഇവിടെ തന്നെ ഓൾറെഡി കുറേ ഉണ്ട് അല്ലേ, ഇതിൽ തന്നെ കുറേ ഉണ്ട്. ഏതൊക്കെയാണ് എൻ്റെ കുട്ടികൾക്ക് അറിയുന്ന ബാങ്കുകൾ? നമുക്ക് കാനറ ബാങ്ക് അറിയാം, പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അറിയാം, അല്ലെങ്കിൽ പിന്നെ ഏതൊക്കെ അറിയുന്നത്? നമ്മുടെ കേരള ബാങ്ക് അറിയാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന SBI അറിയാം, SBI, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, നമ്മുടെ SIB ഉണ്ട്, പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് ICICI ബാങ്ക് ഉണ്ട്, പിന്നെ BOB ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള ബാങ്കുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ബാങ്കുകളെ തന്നെ നമുക്ക് പലതരത്തിൽ തരംതിരിക്കാൻ പറ്റും. ഫെഡറൽ ബാങ്ക് ഉണ്ട്, കുറേ ബാങ്കുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ബാങ്കുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? പലതരത്തിൽ നമ്മൾ തരംതിരിക്കാനായിട്ട് പോവാണ്. റെഡി? ലേറ്റായി പോയോ? സാരില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കുകൾ തന്നെ പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ് മക്കളെ? കമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ വാണിജ്യ ബാങ്കുകളുണ്ട്, സഹകരണ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളുണ്ട്. ഇത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. റെഡി? അപ്പോൾ ഇവിടെ നോക്കുക. ഫസ്റ്റ് കമേഴ്ഷ്യൽ ബാങ്ക്. ഈ കമേഴ്ഷ്യൽ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കമേഴ്ഷ്യൽ ബാങ്ക് ആണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബാങ്ക്. ഓക്കെ, പഴയ ബാങ്ക്. ഓക്കെ, ഓൾഡസ്റ്റ് ആയിട്ടുള്ള ബാങ്ക് വിത്ത് എ ലാർജ് നമ്പർ ഓഫ്
ബ്രാഞ്ചസ് ഇൻ ദ ബാങ്കിങ് സെക്ടർ അല്ലെ. ഭയങ്കര ഓൾഡസ്റ്റ് ബാങ്കാണ്. മാത്രമല്ല ഇവർക്ക് എന്തായിരിക്കും ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല സ്ഥലങ്ങളിലായിട്ട് പല പല ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് കമേഴ്ഷ്യൽ ബാങ്ക്. കമേഴ്ഷ്യൽ വെച്ചാൽ ബാങ്കിങ് മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായിട്ടുള്ള ബാങ്കുകളാണ് എന്ത് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരുടെ പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ള ഇവരുടെ നമ്മൾ സേവനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം അല്ലെ. അതായത് ഇവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റുകളൊക്കെ സ്വീകരിക്കും, ഗ്രാൻഡിങ് ലോൺസ് അതായത് നമുക്ക് ലോണുകളൊക്കെ തരും, അതേപോലെ തന്നെ ലോക്കർ ഫെസിലിറ്റി നമുക്ക് ലോക്കറുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇപ്പൊ സ്വർണ്ണക്കടയിൽ നമുക്ക് സ്വർണ്ണ ലോക്കറിൽ സൂക്ഷിച്ച് വെക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഈ പറയുന്ന ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഇതൊക്കെ ഉണ്ട് അല്ലെ. നമുക്ക് ഈ പറയുന്ന ഡെബിറ്റ് കാർഡ് അറിയില്ലേ, നമ്മൾ ATM-ലൊക്കെ ഉപയോഗിക്കുന്ന കാർഡ്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ് നമുക്ക് ATM-ലല്ല ഉപയോഗിക്കുന്നത്. അത് നമുക്ക് പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കും കേട്ടോ, കാർഡിനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അതായത് നമുക്ക് പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കാം. ഓക്കെ, അത് നമ്മൾ നേരെ കൊണ്ടിട്ട് മറ്റേ എന്താ പറയുക ATM കാർഡ് കൊണ്ടുപോയി ഉപയോഗിക്കുന്നതല്ല. ഡെബിറ്റ് കാർഡാണ് നമ്മൾ ATM-ൽ. ഇപ്പോൾ വീട്ടിലൊക്കെ അച്ഛനമ്മയൊക്കെ കണ്ടിട്ടില്ലേ, വീട്ടിൽ ഒരു കാർഡ് ഉണ്ടാക്കി എന്നിട്ട് ATM-ൽ പോയിട്ട് എന്ത് ചെയ്യും, ആ കാർഡ് ഇട്ടിട്ട് നമ്മൾ പൈസ എടുക്കും. അത് കണ്ടിട്ടില്ലേ, അതാണ് ഡെബിറ്റ് കാർഡ്. ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു. ഇപ്പോൾ മിസ്സിന് ഇപ്പോൾ ഒരു വണ്ടി വാങ്ങണം. ഓക്കെ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു. അപ്പോൾ മിസ്സിന് എന്ത് ചെയ്യും, ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കുക. അതായത് നമ്മൾ മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങുന്ന പോലെ. നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാളുടെ നിന്ന് കടം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിപ്പോൾ പൈസയ്ക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കാം. നമ്മുടെ കയ്യിൽ പൈസ കിട്ടി കഴിഞ്ഞാൽ അത് നേരെ കറക്റ്റ് ആ സമയത്തിനുള്ളിൽ അടച്ചു കൊടുത്താൽ മതി. റെഡി, അതാണ് ക്രെഡിറ്റ് കാർഡ്. പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ ബാങ്കിങ്ങും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിന് ഇവർ ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളാണ്. റെഡി, ഇനി നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക് നോക്കി കഴിഞ്ഞാൽ അവരെ 2 കാറ്റഗറി ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് പബ്ലിക് സെക്ടർ ബാങ്കും ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്. അതായത് ചില ബാങ്കുകളൊക്കെ എന്താണ് മക്കളെ, പബ്ലിക് ബാങ്കുകളാണ് അല്ലെ. അതായത് നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളും ഉണ്ട്, അതേപോലെ തന്നെ സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുവാണിജ്യ ബാങ്കാണ് എന്ത്, പൊതുമേഖലാ വാണിജ്യ ബാങ്കാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ SBI. നമുക്ക് എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാക്കില്ലേ SBI-ൽ. അപ്പൊ SBI ആണ് ഇത് നമ്മുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെ. പബ്ലിക് സെക്ടറിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് എന്ത്, നമ്മുടെ SBI എന്ന് പറയുന്നത്, സൗത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ. റെഡി, അപ്പോൾ ഇതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഓൾഡസ്റ്റ് ബാങ്ക് ആണ്. അതേപോലെ തന്നെ അതിനെന്തായിരിക്കും, ഈ പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മക്കളെ. ഓക്കെ, ഓൾഡസ്റ്റ് ബാങ്ക് ആണ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഒരുപാട് ബ്രാഞ്ചസ് അവർക്കുണ്ട്, അത് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, പിന്നെ അവർ ചെയ്തു തരുന്ന ഫെസിലിറ്റീസ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, എന്തൊക്കെ ചെയ്തിരുന്നത്, ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കും, ലോണുകളൊക്കെ തരും, നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്, സ്വർണ്ണങ്ങളൊക്കെ വേണമെങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ച് വെക്കാം. അതേപോലെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ തരുന്നുണ്ട്, ഓൺലൈൻ ബാങ്കിങ്ങും സൗകര്യമാക്കി തരുന്നുണ്ട്. റെഡി, പിന്നെ അതേപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്താ മക്കളെ, ഇവർ കമേഴ്ഷ്യൽ ബാങ്കിന് 2 തരത്തിലുണ്ട്. ഒന്ന് പബ്ലിക് അല്ലെ, നമ്മുടെ സർക്കാരിന്റെ പബ്ലിക് സെക്ടറിലുള്ള ബാങ്കുകളുണ്ട്, അതേപോലെ തന്നെ സ്വകാര്യ മേഖലാ ബാങ്കുകളുണ്ട്. ഇനി 5ാമത്തെ പോയിന്റ് എന്താണ്, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കമേഴ്ഷ്യൽ ബാങ്ക് ആണ് എന്ത്, നമ്മുടെ SBI എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. റെഡിയായ മക്കളെ, സെറ്റാണോ? ഇതാണ് വാണിജ്യ ബാങ്കുകൾ. ഇനി നമ്മൾ കേൾക്കൂലേ സഹകരണ ബാങ്കുകൾ. ഇപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക, ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൂടുതലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക ഈ സഹകരണ ബാങ്കുകളെയാണ്. നമ്മളിപ്പോൾ ഓരോ സ്ഥലത്തും അറിയില്ലേ, നമ്മുടെ പല കാർഷിക സഹകരണ ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലതരത്തിലുള്ള ബാങ്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതായത് കർഷകർക്കും കൈത്തൊഴിലാളികൾക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാക്കുന്നത്. ചില ബാങ്കുകളൊക്കെ ഭയങ്കര അറക്കലാണ് അല്ലേ, എന്തൊരു പലിശ നമ്മുടെ നിന്ന് വാങ്ങാം. പക്ഷേ ഈ സഹകരണ ബാങ്കുകളാണെങ്കിൽ കുറഞ്ഞ പലിശ നിരക്ക് നമ്മുടെ നിന്ന് വാങ്ങുള്ളൂ. ഓക്കെ, അപ്പൊ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരംഭിച്ച ബാങ്കുകളാണ് എന്ത്, അതാണ് സഹകരണ ബാങ്ക്. എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രൊവൈഡിങ് ലോൺസ് വിത്ത് ലോ ഇൻട്രസ്റ്റ് അല്ലെ. വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ എന്ത് ചെയ്യുക, ലോണുകൾ നമ്മുടെ കർഷകർക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽസും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതാണ് ഇത് 1ാമത്തെ പോയിന്റ്. റെഡി, ഇനി അടുത്തെന്താണ്, ഇത് മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഈ പറയുന്ന സഹകരണ ബാങ്കുകളുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ, സ്വയം സഹായവും പരസ്പര സഹായവും പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ്, ജനങ്ങളിലെ സമ്പാദ്യശീലം വളർത്തുക. പിന്നെ അതേപോലെ തന്നെ നിക്ഷേപം വർദ്ധിപ്പിക്കുക. അതേപോലെ സ്വകാര്യ പണമിടപാടുകാരുടെ ചൂഷണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക. ചില ആൾക്കാരൊക്കെ ഭയങ്കര ബ്ലേഡുകൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ പണ്ടൊക്കെ, അതായത് നമ്മളിപ്പോൾ അവരിൽ നിന്ന്
നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ ഇരട്ടീൻ്റെ ഇരട്ടി പൈസ അവർ നമ്മുടെ നിന്ന് തിരിച്ചു വാങ്ങും അല്ലേ. അപ്പം അങ്ങനെയുള്ള ഈ പറയുന്ന എന്താ പറയുക അങ്ങനെയുള്ള പണമിടപാടുകാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സഹകരണ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ വാങ്ങാം. ഓക്കെ, ഇപ്പം നമ്മുടെ അച്ഛനായാലും മേലെ ഇപ്പോൾ വീടൊക്കെ പണിയണമെന്നുണ്ടെങ്കിൽ കൂടുതലും എവിടെ നിന്നാണ് വാങ്ങിണ്ടാവുക, സഹകരണ ബാങ്കിൽ നിന്നായിരിക്കും ലോൺ എടുത്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം അവരിൽ നിന്നൊക്കെ ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് നിന്ന് നമ്മുടെ ഈ പറയുന്ന സഹകരണ ബാങ്കുകളുടെ ലക്ഷ്യം. അപ്പം പ്രധാന കാര്യം ഇവിടുത്തെ ലോണുകൾ എന്താണ് മക്കളെ, ഭയങ്കര പലിശ നിരക്ക് കുറവാണ്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ച കേരള ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള നമ്മുടെ സഹകരണ ബാങ്കിന് ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഗ്രാമീണ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ റൂറൽ സഹകരണ ബാങ്കുകൾ എന്ന് പറയും. ഓക്കെ, അതേപോലെ ഗ്രാമങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, റൂറൽ സഹകരണ ബാങ്ക് എന്ന് പറയും. നഗരങ്ങളിലാണ് കാണുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, അർബൻ സഹകരണ ബാങ്കുകൾ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിൽ രൂപീകരിച്ചതാണ് നമ്മുടെ കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ളതാണ് നമ്മുടെ അതാണ് കേരള ബാങ്ക്. ഈ പറയുന്ന സഹകരണ കോപ്പറേറ്റീവ് ബാങ്കുകൾ എവിടെയാണ്, റൂറൽ ഏരിയാസിലാണ് കാണുന്നുണ്ടെങ്കിൽ, അതായത് ഗ്രാമീണ പ്രദേശത്തിലാണ് കാണുന്നുണ്ടെങ്കിൽ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. ഇനി അത് അർബൻ ഏരിയാസ് നഗരപ്രദേശത്തിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. റെഡി, അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഇതിൽ ഓരോന്നും എക്സാമിന് ചോദിക്കും കേട്ടോ. ഓക്കെ, എന്താണ് നമ്മുടെ കേരള ബാങ്ക്, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക് തന്നെ റൂറൽ ഏരിയയിൽ കാണുകയാണെങ്കിൽ റൂറൽ, ഗ്രാമീണ പ്രദേശത്ത് കാണുകയാണെങ്കിൽ ഗ്രാമീണ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും, അതായത് റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. ഇനി നഗരപ്രദേശത്താണ് കാണുന്നുണ്ടെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയും. റെഡി, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സഹകരണ ബാങ്കിന്റെ പ്രത്യേകത നോക്കി വെച്ച മക്കൾ എവിടെ നിന്നായിരിക്കും, ഈ പറയുന്ന അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, അവർക്ക് എന്താ പറയുക, ജനങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള മണി ലെൻഡേഴ്സിൽ നിന്നും പ്രൊട്ടക്ഷൻ കൊടുക്കുക, അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ സേവിങ്സ് കൂട്ടുക, അവർക്ക് എന്താ പറയുക അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ലോണം കൂട്ടിയെടുക്കുക, അതേപോലെ സെൽഫ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഓക്കെ അതൊന്ന് പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഈ പറയുന്ന നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ലക്ഷ്യം. മെയിൻ ആയിട്ടുള്ള കാര്യം അവിടെ എന്താണ്, പലിശ നിരക്ക് കുറവിൽ അവിടെ എന്ത് തരും, നമുക്ക് ലോൺ കിട്ടും. നമുക്കിപ്പോൾ ഒരു വീട് വെക്കണം, ഒരു കാർ വാങ്ങണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികം പലിശ നിരക്ക് ഇല്ലാതെ അല്ലെ, കഴുത്തിറക്കുന്ന പലിശ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല സമാധാനമായിട്ട് നമുക്ക് ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക്. അതിൽ നമ്മൾ കേരള ബാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കേരള ബാങ്ക് എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള രൂപീകരിച്ചതാണ് കേരള ബാങ്ക്. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണ്. അതാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്, കേരള ബാങ്ക് എന്നുള്ള രീതിക്ക് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്നത്. റെഡി, അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കുകളും സംയോജിപ്പിച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ പറയുന്ന കേരള ബാങ്ക് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്, ട്രിവാൻഡ്രം അല്ലെ, തിരുവനന്തപുരമാണ് ഈ പറയുന്ന കേരള ബാങ്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. റെഡി, അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ അറിവിന് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ അറിവിന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ മതി. റെഡി, അപ്പൊ നമ്മൾ ആരൊക്കെ കണ്ടു, ഇപ്പൊ നമ്മുടെ വാണിജ്യ ബാങ്കുകളെ കണ്ടു, കൊമേഴ്ഷ്യൽ ബാങ്കിനെ കണ്ടു, അതേപോലെ കോപ്പറേറ്റീവ് ബാങ്കിനെ കണ്ടു. ഇനി അടുത്തതാണ് എന്ത് മക്കളെ, അടുത്തതാണ് നമ്മുടെ ഡെവലപ്മെന്റൽ ബാങ്ക്. ഓക്കെ, ഡെവലപ്മെന്റ് ബാങ്ക്. ഈ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വെച്ചാൽ അഥവാ വികസന ബാങ്കുകൾ, വികസന ബാങ്കുകൾ അഥവാ ഡെവലപ്മെന്റ് ബാങ്ക്. അതായത് ഈ പറയുന്ന ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ദേ പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ കൊമേഴ്ഷ്യൽ അഗ്രികൾച്ചർ സെക്ടർ. അതായത് ഈ പറയുന്ന നമുക്ക് വ്യവസായ വാണിജ്യ കാർഷിക രംഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ദീർഘകാല വായ്പകൾ. ഓക്കെ, അതായത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന വായ്പകൾ ലഭ്യമാക്കുന്നതാണ് എന്ത്, വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI, അതേപോലെ തന്നെ ദേശീയ കാർഷിക ഗ്രാമ വികസന ബാങ്ക് NABARD. ഓക്കെ, അതായത് എന്താണ്, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ IFCI. ഇത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അല്ലേ. പിന്നെ അതേപോലെ തന്നെ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, നല്ല ദീർഘകാല ലോണുകൾ, ലോങ് ടേം ലോൺസുകൾ തരുന്നതാണ് എന്ത്, ഈ പറയുന്ന നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക്. ഇത് നമ്മൾ അത്ര കാര്യമായിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ബാക്കിയുള്ള വാണിജ്യ ബാങ്കുകളും അതേപോലെ തന്നെ സഹകരണ ബാങ്കുകളും നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ അത്ര കാര്യമായിട്ട് കേട്ടിട്ടുണ്ടാവും, കാരണം നമുക്ക് നേരിട്ട് അങ്ങനെ ഭയങ്കര ഒരു ആവശ്യം വരുന്ന ബാങ്കുകളല്ലോ എപ്പോഴും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ദീർഘകാലത്തേക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, റെഡി, അപ്പോൾ ഇത്രയാണ് നമുക്ക് പലതരത്തിലുള്ള ബാങ്കുകൾ. ഇതോടുകൂടി എന്താണ്, ബാങ്കുകൾ കഴിഞ്ഞു മക്കളെ. ഇനി നമ്മുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കാണ്. നമ്മുടെ ബാങ്കിങ് ഒക്കെ പണ്ടത്തെ പോലെയാണോ ഇപ്പം നടക്കുന്നത്? അല്ലല്ലോ. ഇപ്പൊ നല്ലോണം നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് ബാങ്കിലുള്ള എല്ലാ കാര്യങ്ങളും, പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ എല്ലാത്തിനും നമ്മൾ ബാങ്കിൽ പോയിട്ട് ഇങ്ങനെ നടക്കണം അല്ലേ. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കണം അല്ലേ.
പക്ഷെ ഇപ്പൊ അങ്ങനെ അതിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പൈസ എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ATM കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ, അതാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പോവാ, ATM പോവാ, പൈസ വലിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാം, അല്ലെ. ഇനി അതേപോലെ തന്നെ UPI ഉണ്ട്, അല്ലെ. UPI എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? നമുക്ക് ഫോൺ പേയിലൂടെയോ അല്ലെങ്കിൽ നമുക്കിപ്പം UPI ID ഉണ്ടായാൽ മതി, അല്ലെ. അല്ല, അതായത് ഫോൺ പേ കൂടി ആയാലും അല്ലെങ്കിൽ ഗൂഗിൾ പേ കൂടി ആയാലും എന്തിലൂടെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന പൈസ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പഠിക്കാം, അല്ലെ. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലേ, നമ്മുടെ ബാങ്കിങ് എന്ത് ചെയ്യാണ്? അതെ, റാപ്പിഡ്ലി ചേഞ്ചിങ് സെക്ടർ ഇൻ ദ മോഡേൺ എറ, അല്ലേ. നമ്മുടെ ഈ പറയുന്ന മോഡേൺ എറയിൽ ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലേ, നമുക്കിപ്പോൾ ആ ഒരു ചേഞ്ച് ഈവൻ നമ്മൾ ജനിച്ചതിന് ശേഷം തന്നെ എന്തൊരു മാറ്റം വന്നിട്ടുള്ളത്, അല്ലേ. അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എന്ത്? അതാണ് നമ്മുടെ ബാങ്കിങ്. ഓക്കെ. ഈ മാറുന്ന കാലത്തിനനുസരിച്ച് ഇടപാടുകാർക്ക് എന്ത് ചെയ്യുന്നു? മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്ന നിരവധി സംവിധാനങ്ങൾ ബാങ്കുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്, അല്ലെ. കാരണം അവരുടെ കസ്റ്റമേഴ്സിന് നല്ല രീതിക്ക്, അവർക്ക് നല്ല ഒരുപാട് കസ്റ്റമേഴ്സിന് വേണമെന്നില്ലേ, അപ്പൊ ആ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഒരുപാട് ഫെസിലിറ്റീസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. കാരണം നല്ല ബെറ്റർ സർവീസ് കൊടുക്കണം, ഓരോ ബാങ്കുകൾക്കും ബെറ്റർ സർവീസ് കൊടുക്കണം എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവർ കുറേ ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട? ദർ ഈസ് നോ നീഡ് ടു ഗോ ടു ബാങ്ക് ഡയറക്ട്ലി ഫോർ മേക്കിംഗ് ട്രാൻസാക്ഷൻ. പൈസ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബാങ്കിൽ പോകാറുണ്ടോ? ഇല്ലല്ലോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് മൊബൈൽ ആപ്പുകൾ വന്നോട് കൂടിയിട്ട്, മൊബൈൽ ആപ്പ്, അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് ബാങ്കിങ്, അതേപോലെ തന്നെ പല ബാങ്കിങ് സർവീസസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, അല്ലെ, അതായത് ഈ പറയുന്ന മൊബൈൽ ആപ്പുകളും അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഓഫ് ബാങ്കിങ് ഒക്കെ വന്നോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ആൾക്കാർക്ക് പൈസ അയച്ചു കൊടുക്കാം, അല്ലെ. അപ്പോൾ ഇവിടെ മണി ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിത്തൗട്ട് ക്യാരിങ് ക്യാഷ്, അല്ലെ, ഇൻ അവർ ഹാൻഡ്. നമുക്ക് ഇപ്പൊ കയ്യിൽ ആരെങ്കിലും പൈസ പിടിച്ച് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്കിപ്പോ കയ്യിലൊന്നും പൈസ പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല, അല്ലെ. കയ്യിൽ പണം കരുതേണ്ട ഒരാവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം ജസ്റ്റ് ഫോണിലൂടെ ആപ്പുകൾ വഴിയായിട്ട് നമുക്ക് നടക്കും, അല്ലെ. അതന്നെ മിസ് പേടിഎം കരോ, അതന്നെ അങ്ങനെ നമുക്ക് നടത്തും. അപ്പൊ ഇതിൽ കുറച്ച് പരിപാടികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ എന്താണ് മക്കളെ? നമ്മൾ ATM, അല്ലെ. ATMന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? ATMന്റെ ഫുൾ ഫോം എന്താ? എനി ടൈം മണി എന്നാണോ? പണ്ടൊക്കെ നമ്മൾ അതായിരുന്നു പറഞ്ഞു കൊടുക്കുന്നത്. എന്തായിരുന്നു മക്കളെ? ATMന്റെ ഫുൾ ഫോം എന്താ? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നാണ് പറയാ. ഓക്കെ. ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നാണ് പറയാ. അതായത് ഈ ATM ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഏത് സമയം, എനി ടൈം, വിത്തൗട്ട് ഗോയിങ് ടു ദ ബാങ്ക്, അല്ലെ. ബാങ്കിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് പൈസ പിൻവലിക്കാനായിട്ട് പറ്റും, അല്ലെ. അതാണ് നമ്മുടെ ATM എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? CDM ഉണ്ട്. ഓക്കെ. ചില സ്ഥലത്ത് കണ്ടില്ലേ CDM? അത് ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. CDM ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ആണ്. അതായത് നമുക്ക് പൈസ വേണമെങ്കിൽ അങ്ങോട്ടും വിട്ടു കൊടുക്കാം. ഓക്കെ. ബാങ്ക് അക്കൗണ്ടിലേക്ക് വിട്ടു കൊടുക്കുക, അതാണ് CDM. ഓക്കെ. അപ്പൊ ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനാണ് ATM ഉള്ളത്. അതേപോലെ CDM എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ ആണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും പൈസ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യമില്ല? ബാങ്ക് വരെ പോകേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നമ്മുടെ വീടിന്റെ അടുത്ത് വല്ല ATM ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ UPI നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണല്ലേ UPI. UPI എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ആണ്. ഓക്കെ. അതായത് അതൊരു ഡിജിറ്റൽ സിസ്റ്റം ആണ്. അതെന്താ ചെയ്യുന്നത്? യൂണിഫൈഡ്, അത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർക്കുകയാണ്, അല്ലെ. അതെന്നെ സംഭവം. എന്താണ്? ഇറ്റ് അലൗസ് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ടു ബി യൂസ്ഡ് ത്രൂ ദ സിംഗിൾ മൊബൈൽ ആപ്ലിക്കേഷൻ. ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിൽ നമുക്ക് പല ബാങ്കുകളും ഒരുമിച്ച് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ ഫോൺ പേ, ഇപ്പൊ മിസ്സിന് എത്ര അക്കൗണ്ടുകളുണ്ട്, അല്ലെ. അപ്പൊ നിങ്ങൾക്കായാലും ഒരുപാട് അക്കൗണ്ട് ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് പല ബാങ്കുകളുടെ അക്കൗണ്ട് ആയിരിക്കും. ഇപ്പൊ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, അല്ലെങ്കിൽ SBI, അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക്, കാനറ ബാങ്ക്, ഇതിനൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഇതൊക്കെ കൂടെ നമുക്ക് ഒറ്റ മൊബൈൽ ആപ്പിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, അല്ലെ. എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ഒരൊറ്റ മൊബൈൽ ആപ്പ്, ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ, ഇതൊക്കെ നമുക്ക് ചെയ്തൂടെ? അതാണ് എന്ത്? അതാണ് നമ്മുടെ UPI എന്ന് പറയുന്നത്, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഓക്കെ. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് അലോസ് ടു മേക്ക് മണി ട്രാൻസാക്ഷൻ വിത്തൗട്ട് ഗോയിങ് ടു ദ ബാങ്ക് ഓർ ATM. അപ്പൊ ഇത് വന്നതിന് ശേഷം നമുക്ക് ATM പോകേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. ATM പോകേണ്ട ആവശ്യമില്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൈസ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. ഓക്കെ. വി ക്യാൻ ട്രാൻസ്ഫർ മണി അറ്റ് എനി ടൈം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ സർവീസസ്, അല്ലെ. നമ്മുടെ കയ്യിൽ ഫോണും ആ ഒരു ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് പൈസ അയക്കാനായിട്ട് സാധിക്കും, അല്ലെ. ഫോൺ ഉണ്ടായാൽ മാത്രം മതി, സുഖമായിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? QR കോഡ്, മൊബൈൽ ഫോൺ നമ്പർ, അക്കൗണ്ട് നമ്പർ എന്നിവ ഉപയോഗിച്ചിട്ടും ഇടപാടുകൾ നടത്താം. നമ്മൾ ചെയ്യില്ലേ? ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഈ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പൈസ അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾക്ക് മിസ്സിന് അനിയത്തിക്ക് പൈസ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ആ മിസ്സിന്റെ അനിയത്തിയുടെ മൊബൈൽ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ മതി, അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ആ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നില്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് അയച്ചു കൊടുക്കാം. ഏതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്തൂടെ?
മിസ് ഐ ഹാവ് ഡൗട്ട് എന്ന് ചോദിക്കും മക്കളെ, ചോദിച്ചോളൂ. റെഡി? അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്, നമ്മുടെ UPI എന്ന് പറയുന്നത്. അപ്പോൾ UPI എന്ന് വെച്ചാൽ മക്കളെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഒരു ആപ്പിൽ നിന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു മൊബൈൽ ആപ്പ് ഉണ്ടായാൽ മതി, പേടിഎമ്മോ ഗൂഗിൾ പേ എന്ത് വേണമെങ്കിലും ഉണ്ടായാൽ മതി. റെഡി? അതാണ് എന്ത് മക്കളെ, അതാണ് നമ്മുടെ UPI എന്ന് പറയുന്നത്. റെഡി ആയോ? സെറ്റായോ? കഴിഞ്ഞു. ഓക്കെ, റെഡി? ദെൻ നമ്മുടെ ചാപ്റ്റർ തീരാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡെബിറ്റ് കാർഡ്, എന്താണ് ക്രെഡിറ്റ് കാർഡ്, മിസ് പറഞ്ഞില്ലേ? അതായത് ഈ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും നമുക്ക് ബാങ്ക് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലേ? നമുക്ക് ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകളൊക്കെ, പണമിടപാടുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ബാങ്കുകൾ നമുക്ക് തരുന്നതാണ് ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും. ഓക്കെ, അപ്പോൾ നമ്മൾ പൈസ കൈവശം വയ്ക്കേണ്ട ഈ കാർഡ് മാത്രം ഉണ്ടായാൽ മതി അല്ലേ? അതാണ് ഇവരുടെ ഈ പറയുന്ന ഇടപാടുകൾക്ക് ലഭിക്കുന്ന പ്രധാന കാര്യം. ഓക്കെ, പക്ഷെ എന്നാൽ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? എന്താണ് UPI എടുത്തന്നാലാണോ? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് മാത്രം മതി അല്ലേ? UPI എന്നുള്ളത് നമുക്കിപ്പോൾ ഫോൺ പേയിലായാലും ഒക്കെ നമുക്ക് അതിൽ കിട്ടും അല്ലേ? അതായത് ഫോൺ പേയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഈ പറയുന്ന ബാങ്ക് അക്കൗണ്ട് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിലൊരു UPI ID നമുക്ക് കിട്ടും അല്ലേ? ആ ID അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് അയക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടേതായിട്ടുള്ള QR കോഡ് ഇല്ല. ഇപ്പോൾ ഫോൺ പേയിലായാലും നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ്റെയോ അമ്മയുടെയോ അടുത്ത് ചോദിച്ചിട്ട് ഫോൺ പേയിലും ഗൂഗിൾ പേയിലൊക്കെ ഉള്ള ആ QR കോഡൊക്കെ ഒന്ന് കാണിച്ചു തായോ, അല്ലെങ്കിൽ UPI ID കാണിച്ചു തായോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല വൃത്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, റെഡി? അതാ മിസ് പറയുന്നത്, UPI എന്ന് പറയുമ്പോൾ അത് എന്താ പറയാ, എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്നതാണ്. അതായത് UPI എന്ന് വെച്ചാൽ ഇത്രയുള്ള മക്കളെ പല പല ബാങ്ക് അക്കൗണ്ടുകൾ. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പൊ മിസ്സിന്റെ ഫോൺ പേ. ഓക്കെ, ഇപ്പൊ മിസ്സിന്റെ ഇപ്പൊ ഈ ഒരു ഫോൺ പേയിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ റെഡി, മിസ്സിന്റെ പേര് ഫോൺ പേയിൽ നോക്കിക്കഴിഞ്ഞാൽ മിസ്സിന് ഇതിൻ്റെ ഉള്ളിൽ പല അക്കൗണ്ടുകളുണ്ട്. ഓക്കെ, ഒരുപാട് അക്കൗണ്ടുകളുണ്ട്. ആ എല്ലാ അക്കൗണ്ടുകളും കൂടെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് ഒരു മൊബൈൽ ആപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്, ഈ പറയുന്ന UPI ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫോൺ പേയിലായാലും അല്ലെങ്കിൽ ഗൂഗിൾ പേയിലായാലും എല്ലാത്തിലും മിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറയുന്ന എല്ലാ ബാങ്കുകളും കൂടെ ഒരുമിച്ച് ഒരു ആപ്പിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മിസ്സിന് മിസ്സിൻ്റെ എല്ലാ അക്കൗണ്ടുകളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ അക്കൗണ്ടുകളും കൂടെ ഒരുമിച്ച് ഒരൊറ്റ ആപ്പിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, അതാണ് നമ്മുടെ UPI. ഓക്കെ, അത് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് QR കോഡ് ഉണ്ടാവും അല്ലേ? ജസ്റ്റ് മിസ് കാണിച്ചത്, അങ്ങനെ കാണിച്ചെടുക്കാൻ പാടില്ല. ഓക്കെ, അങ്ങനെ QR കോഡ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പൈസ നമുക്ക് എന്താ പറയുക, ഇതങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് അയച്ചിട്ടാൽ മതി എന്നൊക്കെ പറയാം അല്ലേ? ആർക്ക് വേണമെങ്കിലും നമുക്ക് പൈസ ഇതിലേക്ക് അയച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിലായിട്ട് നമുക്ക് എന്താ പറയുക UPI ID ഉണ്ട്. ഓക്കെ, വ്യൂ യുവർ UPI ഡീറ്റെയിൽസ് എന്നിട്ട് അതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് UPI ID വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ID ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അതിലേക്കും പൈസ അയക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം മിസ്സിന് ഇപ്പോൾ പൈസ അയക്കണം, മിസ്സിന് അനിയത്തിക്ക് പൈസ അയക്കണം. അപ്പം എന്താ ചെയ്യുക, മൊബൈൽ നമ്പറിലേക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അല്ലേ? അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള പരിപാടികളുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ നിന്നും പോകും. അതന്നെ നമ്മുടെ നിന്നും പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. ഓക്കെ, ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾക്ക് എല്ലാവരും ഉണ്ടല്ലോ, സുഖമായാലോ എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഉണ്ട്, മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ മക്കൾ ഇത് ശ്രദ്ധിക്കുക, 2 കാർഡ് ഉണ്ട്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും. അത് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഇത് എക്സ്ട്രാ റീഡിങ്ങിനുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് കാർഡ് എന്ന് വെച്ചാൽ എത്രയുള്ളൂ, നമ്മൾ ATM കാർഡിലൊക്കെ പോയിട്ട് ഒരു കാർഡ് ഇടില്ലേ, അതാണ് ഡെബിറ്റ് കാർഡ്. ആ ഡെബിറ്റ് കാർഡിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡെബിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം. ഓക്കെ, അതാണ് ഡെബിറ്റ് കാർഡ്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ നിന്ന് കടം വാങ്ങുന്ന പോലെ. അതായത് നമുക്ക് എന്താണ്, ഓക്കെ, അതായത് നമുക്ക് എന്തായിരുന്നു, ഓക്കെ, മിസ് ഫോണാണ് ചോദിക്കുന്നത്, മിസ്സിൻ്റെ ഫോൺ സാംസങ്. റെഡി? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, ഞാൻ എന്തായിരുന്നു പറയാൻ വന്നത്, കിളി പോയല്ലോ, മറന്നു പോയല്ലോ. അതിൻ്റെ ഇടയിൽ ചാറ്റ് നോക്കിയപ്പോൾ പോയി. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഡെബിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് ATM ഉപയോഗിച്ച് നമുക്ക് പൈസ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നമുക്ക്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്നാലും നമുക്ക് പണം പിൻവലിക്കാൻ പറ്റുന്നതാണ് എന്ത്, അതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ അതായത് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, പക്ഷെ എന്നാലും നമുക്ക് ഒരാളിൽ നിന്ന് കടം വാങ്ങുന്ന പോലെ, അതാണ് എന്ത്, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ എന്താണ്,
നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അല്ലെ. പക്ഷെ അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഇടപാടുകൾ നടത്താൻ സഹായിക്കുന്ന കാർഡാണ് എന്ത്, അതാണ് ക്രെഡിറ്റ് കാർഡ്. പക്ഷെ കടം വാങ്ങുന്ന പോലെയാണ്, നമ്മൾ എത്ര പൈസയാണോ എടുക്കുന്നത് അത് നമ്മൾ തിരിച്ചടക്കണം. ഓക്കെ, ഒരാളിത് വെറുതെ ഒരു പൈസ ഇല്ലല്ലോ, അത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചടയ്ക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ പറയുന്ന കാർഡ് എന്നുള്ളത് എന്തായിരിക്കും, അതിന് ടൈം ഉണ്ടായിരിക്കും, നിശ്ചിത ദിവസത്തേക്ക് എന്ത് ചെയ്യണം, നമുക്ക് പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, പലിശ ഈടാക്കും കേട്ടോ. ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ നമ്മൾ ചോദിക്കും, ഓ സുഖമായിട്ട് പലിശ നമുക്ക് എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ശരിയാവില്ല. നമുക്ക് പൈസ അതിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കറക്റ്റ് സമയത്തിനുള്ളിൽ അടയ്ക്കണം. ഓക്കെ, ഇപ്പൊ മിസ്സിനായാലും മിസ്സും ഈ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുക്കും, നല്ലതാണ്. ആക്ച്വലി ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ പൈസ എടുത്തു കഴിഞ്ഞാൽ മിസ് കൊടുക്കും. ഓക്കെ, മിസ് കൊടുക്കും, പക്ഷെ എന്ത് ചെയ്യണം, കറക്റ്റ് ആ സമയത്തിനുള്ളിൽ അടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പലിശ വരും. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ എമൗണ്ട് അടച്ചു കൊടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ഒരാളുടെ നിന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണ്ടേ, അതേപോലെ തന്നെ പൈസ എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചടക്കണം. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഈ കാർഡുകൾ ജസ്റ്റ് മനസ്സിലായില്ലേ. ഇനി നമ്മുടെ ബാങ്കിങ് കുറച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. കാരണം ഇവിടെ കുറേ പ്രശ്നങ്ങൾ പറയുന്നില്ലേ, ലോൺ ആപ്പുകൾ അല്ലെ, ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്, ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടി, ഓൺലൈൻ ട്രേഡിംഗ്, അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു, OTP കൈക്കലാക്കി പണം തട്ടി. ചില ആൾക്കാരൊക്കെ ചോദിക്കില്ലേ, ചില വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ഇതിലേക്ക് ഇന്ന ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്, ഒരു OTP വന്നിട്ടുണ്ട്, അതൊന്ന് അയച്ചു തരൂ, പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ, പാടില്ല. ഓക്കെ, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്, ഡു നോട്ട് ഷെയർ ATM പിൻ ഓർ OTP. ഓക്കെ, നമ്മൾ ATMന്റെ പിന്നോ നമ്മുടെ ATM ആ ATM കാർഡിന്റെ പിന്നോ അല്ലെങ്കിൽ നമ്മുടെ OTP ഒന്നും ചെയ്യാൻ പാടില്ല, ഷെയർ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും വിളിച്ച് പറയാണ്, നിങ്ങളുടെ ഫോണിലേക്ക് വന്നിട്ട് OTP ഒന്ന് ഷെയർ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞാലൊന്നും ഒന്നും ചെയ്യാൻ പാടില്ല, പറഞ്ഞു കൊടുക്കാനൊന്നും പാടില്ല. ഓക്കെ, ഒരു ബാങ്ക് അക്കൗണ്ടും അങ്ങനെ ചെയ്യില്ല. അതായത് നമുക്ക് ബാങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ നമ്മളെ കറക്റ്റായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ മാത്രം, അല്ലാതെ അനാവശ്യമായിട്ട് ആരെങ്കിലൊക്കെ വിളിക്കുകയാണ്, ഇന്ന ബാങ്കിൽ നിന്ന് വെറുതെ ഇങ്ങനെ പറയാണ്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, OTP ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്സ്. നമുക്ക് അറിയാത്ത കുറേ ലിങ്കുകളൊക്കെ നമുക്ക് വന്നെന്ന് വിചാരിക്കാം, ഏതൊക്കെയോ സൈറ്റിന്റെ ലിങ്കൊക്കെ നമുക്ക് തന്നു. അപ്പം നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവല്ലോ, അയ്യോ അതെന്താന്നുള്ളത് അറിയാനായിട്ട്, അതൊന്ന് ഓണാക്കി നോക്കാൻ, അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാൻ ടെൻഡൻസി ഉണ്ടാവല്ലോ. ആ ടെൻഡൻസിന്റെ പുറത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ലിങ്ക് ഒന്നും പോയിട്ട് ക്ലിക്ക് ചെയ്യരുത്. ഓക്കെ, ക്ലിക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ ഹാക്ക് ആവും, ചിലപ്പോൾ ഈ പറയുന്ന നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ടുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ മറ്റേ ബാങ്ക് അക്കൗണ്ടിനൊക്കെ പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഉണ്ടാക്കാം. ഓക്കെ, അല്ലാതെ ഇപ്പോൾ മിസ്സിന്റെ പേര് അല്ലേ, ഇപ്പോൾ ATR 123 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവോ, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യക്കാർക്കാണ് എപ്പോഴും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ്, അങ്ങനെ ആവരുത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പാസ്വേഡ് ഫ്രീക്വൻറ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, അതായത് ഒരാൾക്ക് ചിലപ്പോൾ അഥവാ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കില്ലേ, അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, പാസ്വേഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. റെഡി. പിന്നെ അതേപോലെ തന്നെ ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജസ് ആസ്കിംഗ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലേ. അതായത് ചില ആൾക്കാർ എന്ത് ചെയ്യും, നിങ്ങളുടെ അക്കൗണ്ട് നമ്പേഴ്സ് ഒന്ന് പറഞ്ഞു തരും, അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതായോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അങ്ങനെ ആവശ്യമില്ലാത്ത ആൾക്കാർക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അനാവശ്യമായിട്ട് അല്ലെ അക്കൗണ്ടിന്റെ വിവിധ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, റെസ്പോണ്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റെഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഡു നോട്ട് കീപ് ATM പിൻ ഓൺ ഫോൺ. നമ്മുടെ ഫോണിൽ എന്ത് ചെയ്യരുത്, നമ്മൾ അയ്യോ മറന്നുപോയി ഞാൻ എന്ന് പറഞ്ഞിട്ട് ATM പിന്നെ എന്ത് ചെയ്ത് ഫോണിലൊന്നും പോയിട്ട് സൂക്ഷിച്ചൊന്നും വെക്കണ്ട, സേവ് ചെയ്തൊന്നും വെക്കണ്ട, അതൊക്കെ വല്ലവരും എടുത്തോണ്ടും. ഓക്കെ, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ATMയിൽ നിന്ന് കുറേ പൈസ അങ്ങോട്ട് പോയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങളുടെ അഥവാ കയ്യിൽ നിന്ന് പൈസയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ഈ 1930 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് കൊടുക്കാം. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയുള്ള ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള മിസ് പറഞ്ഞുതരാം. ഒന്ന് ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കും, അത് പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ UPI ഇതൊക്കെ ഇതിങ്ങനെ ചോദിക്കും, ഏതൊക്കെയാണ് നമ്മുടെ മോഡിഫൈഡ് ആയിട്ടുള്ള അല്ലേ, നമ്മുടെ ബാങ്കിങ്ങിൻ്റെ പുതിയ മോഡേൺ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ UPI ATM ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ നമ്മുടെ പല ബാങ്കുകൾ, ഓക്കെ, നമ്മുടെ പല ബാങ്കുകളിലെ കമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, ഇങ്ങനെയുള്ള പല ബാങ്കുകളെ കുറിച്ച് എക്സാമിന് ചോദിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. പിന്നെ അതേപോലെ തന്നെ വളരെ മോഡേൺ ആയിട്ട് നിങ്ങൾ എന്ത് പഠിക്കണം, നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്
ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കണം. ഇത് എന്തായാലും കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കും. പിന്നെ കുട്ടികൾക്ക് ബാങ്ക് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതും സെപ്പറേറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതൊക്കെ ചിലപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയുക, ആ ബാങ്കിൻ്റെ ആ ഒരു വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, ബാങ്കിൻ്റെ വർക്കിംഗ്, ആ ഒരു പറയുന്ന നിക്ഷേപങ്ങൾ, നമ്മുടെ എന്താ പറയുക ഇത് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലേ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്, കേരളത്തിലെ ആദ്യത്തെ ബാങ്ക്, ഇതൊക്കെ നമുക്ക് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതകളാണ്. റെഡി? അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ന് പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക മക്കളെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ലവ് യു ആൾ.